ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൺസോറ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സെൻസെക്സിന്റെ ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത്. ടെക്നിക്കൽ അനാലിസിസ്. നാളെ സെൻസെക്സിന്റെ എക്സ്പയറി ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ലെവൽസ് ഒക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നു. അതിന്റെ ഒപ്പം തന്നെ ഇന്ന് ന്യൂസിനെ കുറിച്ച് പറയാനാണെങ്കിൽ US-ഇറാൻ വാർ, ട്രംപ് പറയുന്നത് ഇപ്പോഴും ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടില്ല. ഇപ്പോഴും എന്താണ് ബാക്കിയുള്ള ഡിസ്കഷൻസ് US ആയിട്ടും ഇറാനും ആയിട്ടുള്ള ഡിസ്കഷൻസ് പോയിക്കൊണ്ടിരിക്കുവാണ്. അതിനൊരു കൺക്ലൂഷൻ വരാതെ നമുക്ക് നമ്മുടെ മാർക്കറ്റിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മൂവ്മെന്റ് പറയാൻ പറ്റില്ല. കാര്യം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള അൺസർട്ടനിറ്റി ഉണ്ടാവും. ഗിഫ്റ്റ് നിഫ്റ്റി എങ്ങനെ പെർഫോം ചെയ്യുന്ന അതുപോലെ ആയിരിക്കും മാർക്കറ്റ് പെർഫോം ചെയ്യുന്നത്. പിന്നെ പുതിയ കുറെ റെഗുലേഷൻസും റൂൾസും ഒക്കെ ആയിട്ട് US-ഉം അതുപോലെ തന്നെ ഇറാനും മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു കൺക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ പ്രോപ്പർ മൂവ്മെന്റ് അല്ലെങ്കിൽ വാറിന്റെ അവസാനത്തിന്റെ ഒരു ഡിക്ലറേഷൻ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതുവരേക്കും ഈ വോളറ്റിലിറ്റി മാർക്കറ്റിൽ ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി സെൻസെക്സ് നോക്കാം. അപ്പൊ സെൻസെക്സിലെ ഇനി നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 77,993. നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 78,000 എന്ന് എടുക്കാം. 993 ഉള്ളതുകൊണ്ടാണ് 78,000 ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇത് ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യും നാളത്തേക്ക്. അതുപോലെ തന്നെ സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത് ഈ ഒരു ലെവൽ കൊണ്ടാണ്. ഇവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു W പാറ്റേൺ ഫോർമേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇതായിരുന്നു നമ്മുടെ W പാറ്റേൺ ഫോർമേഷൻ. അത് നേരിയ രീതിയിൽ ആക്ടിവേറ്റ് ആയി എന്നിട്ട് ഈ ഒരു ലെവലിൽ 78,000 എന്ന ലെവലിൽ വന്നാണ് താഴത്തോട്ട് റീട്രേസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ 78,000 എന്ന ലെവല് ക്രോസ് ചെയ്യേണ്ടിയിരിക്കുന്നു ഇനിയൊരു നെക്സ്റ്റ് ലെവൽ ബുള്ളിഷ് മൂവ്മെന്റ് ആയിട്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത് 76,400 ആണ്. 76,400 ഇത് ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. രണ്ട് ഇമ്പോർട്ടന്റ് ലെവലാണ് നാളത്തേക്കുള്ളത്. പിന്നെ കൂടാതെ ഇന്നത്തെ ഇത് നോക്കിയാൽ തന്നെ മാർക്കറ്റ് നല്ലോണം അപ്പ് മൂവ്മെന്റ് നടത്തി, അതിനുശേഷം അതുപോലെ തന്നെ റീട്രേസ് ചെയ്ത് ഡൗൺ മൂവ്മെന്റ് നടത്തി. അതുകൊണ്ട് തന്നെ നാളെയും മാർക്കറ്റ് വോളറ്റൈൽ ആയിരിക്കും. പ്രത്യേകിച്ച് ഗിഫ്റ്റ് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റ് നിഫ്റ്റി ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്. നല്ലൊരു അപ്പ് മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്. നമ്മൾ വരച്ചിരുന്ന ട്രെൻഡ് ലൈൻ ആണിത്. അത് ബ്രേക്ക് ഔട്ട് നടത്തി അപ്പ് മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്. ആ ഒരു പോസിറ്റീവ് മൂവ്മെന്റ് നിഫ്റ്റി 50-യിലും ബാങ്ക് നിഫ്റ്റിയിലും ഫിൻ നിഫ്റ്റിയിലും സെൻസെക്സിലും കാണിച്ചു. അപ്പോൾ ഇനി ബാക്കി സെൻസെക്സിന്റെ ക്ലോസിംഗും കൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഞാൻ നിഫ്റ്റിയും കൂടി പറയാം. അപ്പൊ സെൻസെക്സിന്റെ ഇന്നത്തെ ക്ലോസിംഗ് വന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 77,524 ആണ്. സെൻസെക്സിന്റെ ഇന്നത്തെ വെനസ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത് ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 77,496.36 പ്ലസ് 609 പോയിന്റ്സ് കൺസിഡറബിളി ബുള്ളിഷ് ആയിട്ട് നമുക്ക് കാണാം. കാര്യം 500 to 1000 പോയിന്റ്സ് ആണ് സെൻസെക്സിന്റെ മൂവ്മെന്റ്. അത് വെച്ച് നോക്കാൻ നേരത്ത് 609 പോയിന്റ്സ് നല്ലൊരു മൂവ്മെന്റ് ആണ്. 0.79% അപ്പ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇൻഡെക്സിന്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്, നിഫ്റ്റി ഇൻഡെക്സ് 50, നിഫ്റ്റി മിഡ് ക്യാപ് 50, നിഫ്റ്റി മിഡ് ക്യാപ് 100, നിഫ്റ്റി മിഡ് ക്യാപ് 150. ഈ മിഡ് ക്യാപ്പും നിഫ്റ്റി നെക്സ്റ്റ് 50 ഒക്കെ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഇൻഡെക്സുകളും ബുള്ളിഷ് ആയിട്ടാണ് പെർഫോം ചെയ്തത്. സെക്ടോറിയൽ ഇൻഡിസസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി FMCG, നിഫ്റ്റി റിയാലിറ്റി ഒക്കെ 1%ന്റെ മുകളിൽ ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്ത് ഇത്തിരി എങ്കിലും 1%ന്റെ താഴെയാണ്, എന്നാലും ഇത്തിരിയെങ്കിലും ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തത് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 2550, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി മിഡ് സ്മാൾ ഹെൽത്ത് കെയർ, നിഫ്റ്റി കൺസ്ട്രക്ഷൻ ഡ്യൂറബിൾസ്, നിഫ്റ്റി മീഡിയ എന്നിവയൊക്കെയാണ്. ബാക്കിയെല്ലാം ബുള്ളിഷ് ആയിട്ട് 1% താഴെയാണ് മൂവ് ചെയ്തത്. അപ്പോ സെൻസെക്സില് ഇവിടെ ഈ ഒരു 78,000 ബ്രേക്ക് ഔട്ട് ആയിട്ട് പോകണമെങ്കിൽ വീണ്ടും ഈ W പാറ്റേൺ ആക്ടിവേറ്റ് ആവുകയും നമുക്ക് മുകളിലോട്ട് നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് നിഫ്റ്റി നോക്കാം. അപ്പൊ നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഇതുപോലെ തന്നെ സെയിം W പാറ്റേൺ ഉണ്ട്. ഇതാണ് നമ്മുടെ W പാറ്റേൺ. ഇത് ആക്ടിവേറ്റ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ട ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് 24,163. അത് ഓൾറെഡി ഇന്ന് മാർക്കറ്റ് വന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ലെവലാണ്. ഞാൻ അതും കൂടി മാർക്ക് ചെയ്യാം. കൂടാതെ 400 പോയിന്റ്സ് ഗ്യാപ്പ് താഴെയുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലോസിംഗ് ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. അതായത് 24,163 നല്ലൊരു ലെവലിലാണ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് W പാറ്റേണിന്റെ ആക്ടിവേഷൻ ലെവലും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിൽ ഈ W പാറ്റേൺ ഫോർമേഷൻ ആക്ടിവേറ്റ് ആവുകയും പിന്നെയും മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നോക്കാനുള്ള ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ നാളത്തേക്ക് 24,400 ആണ്. 24,400
ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ വരാൻ പോകുന്ന സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ കൊണ്ടുവരും. ഇതെന്ന് പറയുന്നത് 24,000 ആയിട്ട് വരും. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 24,000. ഇത് ഇൻട്രാഡേ സപ്പോർട്ട് 1 ഫസ്റ്റ് സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുവരും. ഇതെന്ന് പറയുന്നത് 23,800 ആണ്. ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ഇതൊന്ന് പൊസിഷൻ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഉണ്ട്. ഇവിടെ താഴെ നല്ല സപ്പോർട്ട് മീറ്റ് ചെയ്ത നല്ലൊരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ 24,000ഉം 23,800ഉം നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ് ആയിട്ട് വരും. എസ്പെഷ്യലി 24,400 ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ 1 അവർ കാൻഡിൽ കൺഫർമേഷൻസ് ഷുവർ ആയിട്ടും എടുക്കുക. 1 അവർ ബെയറിഷ് കാൻഡിൽ കൺഫർമേഷൻ സച്ച് ആസ് മർബോസു, ഇൻവേർട്ടഡ് ഹാമർ അല്ലെങ്കിൽ ബെയറിഷ് എൻഗൾഫിംഗ് ഒക്കെ ഫോം ചെയ്യണമെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് പിന്നെയും താഴത്തോട്ട് സെല്ലേഴ്സ് ഡോമിനേഷൻ തുടങ്ങുകയും പിന്നെ ഈ 400 പോയിന്റ്സ് ഗ്യാപ്പില്ല അത് പതുക്കെ ഫില്ലാകാൻ തുടങ്ങുകയും ചെയ്യും. അത് നാളെ തന്നെ ഫില്ലാകുന്നല്ല, ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചാലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക, റാൻഡം ട്രേഡ്സ് എടുക്കാതിരിക്കുക. അപ്പൊ എന്താന്ന് വെച്ചാൽ വിചാരിച്ച പോലെയുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതൊന്ന് ഞാൻ കറക്റ്റ് ചെയ്തിക്കോട്ടെ. ഇത് റെസിസ്റ്റൻസ് 1 അല്ല, ഇത് ഇന്നത്തെ വെനസ്ഡേ ക്ലോസിംഗ് ആണ്. വെനസ്ഡേ ക്ലോസിംഗ് ആണ് വന്നിരിക്കുന്നത് 24,163. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തേക്കുള്ള നിഫ്റ്റി 50യുടെയും സെൻസെക്സിന്റെയും പിന്നെ ഓവറോൾ ന്യൂസിന്റെ അപ്ഡേറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ മടിക്കണ്ട. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എന്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാം എന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സ് ഓറയിൽ നിന്ന് വിടാം. താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ.